வணக்கம் சார். மேனேஜர் வெளியில போயிருக்கு. டேட் விஷயம் ஏதாவது சொல்லணும்னா அவர் வந்தா தான் தெரியும். துளசி இல்ல இருக்கு. எங்க இருக்கு? உள்ள இருக்கு. மேக்கப் போட்டுட்டே இருக்கு. നിങ്ങൾ മലയാളികൾ അല്ലേ? ആമാ. പിന്നെന്താ മലയാളം പറയാത്ത? ഫീൽഡിൽ പഴകുന്നവർ അധികവും തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും തമിഴ് താൻ വരും. തുളസി എനിക്കൊന്ന് കാണണമല്ലോ. ഇപ്പൊ മുടിയാതെ സാർ. അങ്ക സെറ്റിലെ ഡയറക്ടർ കൂടെ വെയിറ്റ് പണിയിട്ടിരിക്കുന്നു. ശീഘ്രമാ മേക്കപ്പ് പോട്ട് അങ്ങ് ചെല്ലാൻ തുടങ്ങുക അവള്. ഇന്നലെ വരുമ്പോ വെളുപ്പിന് 2 മണി. ഡേറ്റ് വിഷയം ഈ വർഷം ഡേറ്റേ കിടയാതെ. ഇത് ഡേറ്റ് വിഷയമൊന്നുമല്ല. ഞാൻ ഇവരെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന പോലീസ് ഓഫീസറാണ്. വിളിക്കാവരെ ഇങ്ങോട്ട്. ഹരികൃഷ്ണ സാറിന്റെ? അത് തന്നെ സാർ. ഇപ്പൊ അവളെ വിളിച്ച് ചോദ്യം ചെയ്താ അവളുടെ മൂടേ പോയിടും. ഷൂട്ടിംഗും ക്യാൻസൽ ആവും. സായങ്കാലം വന്ന നിമ്മതിയാ. സായങ്കാലം വെറുതെ വൈകുന്നേരം വരേണ്ടത് നേരമില്ല. നിങ്ങളെ കുട്ടിയെ കൊണ്ട് വിളിക്കേ. മേക്കപ്പിൽ ഇരിക്കുകയാണ്. സാരമില്ല. ഇരിക്കൂ. വേറെ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. സാർ ഞാൻ ഒന്നും അറിഞ്ഞതല്ല സാർ. പത്രക്കാർ വെറുതെ അതിനുമൊക്കെ എഴുതി വിടുന്നതല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ തീർത്തും ഇന്നസെന്റ് ആണ് സാർ. നിങ്ങൾ ഈയിടെ ഏതൊരുത്തനെ കാശ് കൊടുത്ത് പറഞ്ഞു കേട്ടോ ഹരികൃഷ്ണന്റെ സെറ്റിൽ പോയി അലമ്പുണ്ടാക്കാൻ? ഫോണിൽ വിളിച്ച് അയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ട നേരാണോ? ഭീഷണിപ്പെടുത്തി? ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ അയാൾ. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അടുത്ത കൊല്ലം ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്നേതെങ്കിലും സെറ്റിൽ ഇരുന്ന് പറഞ്ഞായിരുന്നോ? ഹരികൃഷ്ണൻ കൊല്ലപ്പെട്ട വിവരം ആരാ നിങ്ങളോട് പറഞ്ഞേ? ആരോ? അവനേക്കാ സത്യം പറയും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നേരെ തൂക്ക സ്റ്റേഷനിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിംഗ് അവിടെ ആയിരിക്കും. അയ്യോ സാർ പ്ലീസ്, ഞാനൊന്നും അറിഞ്ഞതില്ല. ഞങ്ങൾ തമ്മില് അവസാനം നല്ല ടേംസിലല്ലായിരുന്നു. അതല്ലാതെ ഈ കേസുമായിട്ട് ദൈവസത്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മർഡർ നടന്ന ദിവസം, അതായത് ജനുവരി 18-ാം തീയതി നിങ്ങളോടായിരുന്നു? ഷൂട്ടിങ്ങിലായിരുന്നു. എവിടെ? ഇവിടെ മദ്രാസിലോ? ഇവിടെ തന്നെ. 17-ാം തീയതിയാ ഞാൻ മദ്രാസിൽ നിന്ന് വന്നത്. അന്ന് ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു? KR മൂവീസിന്റെ പടം. സൂര്യപ്രകാശ് ഡയറക്ടർ. എന്താ പടത്തിന്റെ പേര്? ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ. അന്ന് എവിടെയായിരുന്നു കളി? ബീച്ചില് ഡൂവറ്റ് എടുക്കായിരുന്നു. 6 മണിക്ക് തുടങ്ങി രാത്രി 2 മണി വരെ ഷൂട്ടിംഗ് ആയിരുന്നു. 2 മണിക്ക് വന്നിടന്ന് ഉറങ്ങി. പിന്നെ കാലത്ത് 9 മണിക്ക് അമ്മ വന്ന് വിളിച്ചു നിർത്തി കാര്യം പറയുമ്പോഴാ ഞാൻ ആ വിവരം അറിയുന്നത്. ഉറങ്ങാൻ പോണതിന് മുമ്പ് സ്ലീപ്പിംഗ് പിൽസ് അടിക്കുന്ന ശീലമുണ്ടോ? ഉണ്ട് സാർ. അനിലിനെ കുറച്ചു ദിവസമായില്ലേ ഈ വഴിക്ക് കണ്ടിട്ട്? ഞാനിങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സിന്റെ, അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നുകൊണ്ട് ഇടയ്ക്ക് ശില്പ വിളിച്ചിരുന്നു. ഇരിക്കൂ. ശില്പ ഉറക്കമാണെന്നാ തോന്നുന്നത്. വിളിക്കാം. ഹലോ. ഫേവറേറ്റ് ഡയറക്ടർ തട്ടിപ്പോയതിന്റെ ദുഃഖാരണമായിട്ടാണോ പുള്ളിയുടെ പടങ്ങളിൽ ഒരു ഫെസ്റ്റിവൽ തന്നെ വെച്ചിരിക്കുന്നത്? അന്നത്തെ പടക്കം ഇപ്പോഴും മാറിയില്ലേ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ ആ ലൈബ്രറി പോയിരിക്കാം. കുട്ടി അങ്ങ് പോകുന്നേരെ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട്? അത് സാരമില്ല, വരൂന്നേ പ്ലീസ്. അതിനിപ്പോ സാറ് വരുമല്ലോ. ഏത് സാറ്? ട്യൂഷൻ സാറ്. എപ്പോ? ഇപ്പൊ വരും. കറക്റ്റ് 12 മണിക്ക് പുള്ളി എത്തും. 2-3 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് അതിനു മുമ്പായിട്ട് മുങ്ങാം. അതിന് പുള്ളി ഇപ്പൊ എത്തുന്നേ. സാറിന്റെ വരവും പോക്കും നോക്കിയിട്ടാ അമ്മ മിക്കപ്പോഴും ഇവിടെ ക്ലോക്ക് കറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് വരാം. കണ്ടില്ലെങ്കിൽ സാറിന് പൊയ്ക്കൊള്ളുന്നേ. അയ്യോ ട്യൂഷൻ, അതും മാത്സിന്റെയാ. എനിക്ക് ഒരു പിടിയില്ലാത്ത സബ്ജക്റ്റാ. കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം.
ഗുഡ് ആഫ്റ്റർനൂൺ സർ. അനിൽകുമാറോ? എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല സാർ. സാറിനെ പോലുള്ളവരിങ്ങനെ പോയി ട്യൂഷൻ കൊടുത്താൽ ഞങ്ങളെ പോലുള്ളവരാ ചുറ്റിപ്പോകുന്നത്. അയ്യോ, അതെങ്ങനെ? അല്ല, ട്യൂഷൻ ഫീസ് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക്. അനിൽകുമാറിനെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ എന്തിനാ ട്യൂഷൻ? ഒരു ട്യൂഷനും ഇല്ലാതെ തന്നെ യു ആർ എ റാങ്ക് ഹോൾഡർ. സാറിന് വാച്ചില്ലേ? ഇല്ല. അരയിൽ വല്ല നാഴികമണിയും കെട്ടിത്തൂക്കിയിട്ടുണ്ടോ? ഗ്യാൻഡിയെ പോലെ? ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ എനിക്ക് എങ്ങനെ പങ്ക്ച്വലാകാൻ കഴിയുന്നു എന്നാണോ? അതെ. എന്നോടിത് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് വാച്ച് കെട്ടിയാൽ എന്റെ ഇപ്പോഴത്തെ കൃത്യനിഷ്ഠ എല്ലാം അവതാളത്തിലാവുന്ന. വാച്ച് കെട്ടിയ ടൈം ടേബിൾ തെറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു റോളക്സ് വാച്ച് വാങ്ങിച്ചു തരാം. ആരാ എവിടുന്ന എന്നൊന്നുമില്ല. സിറ്റിയിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റുകളുടെ ചങ്ങലയിലേക്ക് പുതിയ കണ്ണികൾ അന്വേഷിച്ചടക്കുന്ന ഒരു മനുഷ്യന് പലയിടത്തു നിന്നും ഓടി ഒളിക്കേണ്ടി വരും. സ്വയം ഒഴിയാൻ നോക്കൂ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എപ്പോഴും ഭയക്കേണ്ടിയിരിക്കുന്നു. ഒരു ത്രെട്ടുണ്ട് ഇതിൽ. കൈയക്ഷരം കണ്ടിട്ട് ഇതാരുടേതാണെന്ന് പറയാൻ പറ്റുമോ? ഒരു പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ഇരിക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് പെണ്ണിന്റെ തന്നെയാണ്. അത് ഞാൻ എക്സ്പെർട്സിന്റെ അടുത്ത് കൊടുത്ത് വെരിഫൈ ചെയ്യിച്ചു. ഇങ്ങനൊരു കത്തെഴുതാൻ ആരായിരിക്കും ചാൻസ് എന്ന് വല്ല ഊഹവും കിട്ടുന്നുണ്ടോ നോക്കണം. എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല. ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ? കണ്ടിട്ടില്ല. ഓർത്ത് നോക്കണം. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലേ? ഇല്ല. ഷുവറാണോ? അതെ. ചാൻസ് ചോദിച്ച് ചെയ്ത് വല്ല പെമ്പിള്ളാരുടെ ഫോട്ടോ ആയിരിക്കും. അല്ല, ഇതാ കൂട്ടത്തിൽ നിന്നുള്ളതല്ല. കൂട്ടത്തിൽ ഭേദപ്പെട്ടെന്ന് തോന്നിയിട്ട് മാറ്റിവെച്ചതായിരിക്കാം. മേ ബി.
ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഡയറി. കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലം ജനുവരി വരെ ഉള്ളത്. കഴിഞ്ഞ നവംബർ വരെ ഏതാണ്ട് മുടങ്ങാതെ എഴുതി പോന്നിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊത്തിക്കൊടിച്ചിരുന്ന ആ പതിവിന് അന്ത്യം സംഭവിച്ച ദിവസങ്ങളാണിതിൽ. നവംബറിലെ 21-ാം തീയതി അവസാനിക്കുന്ന ഈ കുറിപ്പുകളിൽ പിന്നെ ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കുന്നത് ജനുവരി 1-നാണ്. അവസാനത്തെ കുറിപ്പ് ജനുവരി 1-നാണ്. ജനുവരി 18-നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടെയുള്ള ദിവസങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല. പ്രാക്ടിക്കലി ബ്ലാങ്കാ. ചില പേജുകളിൽ ഒരു വരയോ കുറിയോ മറ്റോ കണ്ടാലായി. ലാസ്റ്റ് ഷീറ്റിൽ ഇതാ എഴുതിയിരിക്കുന്നത്: ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നവൾ. ഒഴിഞ്ഞുമാറലിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എനിക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറി ഇറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്ന അവൾ. ഒഴിഞ്ഞുമാറലിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ. ഇതേ അവളെ പറ്റി തന്നെയാണ് തൊട്ടു മുമ്പ് അവസാനമായിട്ട് എഴുതിയ പേജിലും റെഫർ ചെയ്യുന്നത്. അതായത് നവംബർ 21-ന്. അതെങ്ങനെയാണ്? ബുക്ക് റിലീസ്. പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അത് അവൾ തന്നെ ആവുമോ? ഈശ്വര, അതങ്ങനെ ആയിരുന്നെങ്കിൽ. ഇത്രയേ ഉള്ളൂ. നവംബർ 21-നാണ് ഈ കുറിപ്പ്. നവംബർ 23-ാം തീയതിയാണ് ഈ കത്താരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തമ്മിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബുക്ക് റിലീസ് എന്ന് കണ്ടുകൊണ്ട് ഞാനിന്ന് വെരിഫൈ ചെയ്ത് നോക്കി. അപ്പൊ അത് അന്ന് അദ്ദേഹത്തിന്റെ ഒരു നോവലിന്റെ പ്രകാശന കർമ്മം നടന്നിട്ടുള്ള ഡേറ്റ് ആണ്. അതെ. ആ ദിവസത്തെ പറ്റി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്നാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ നോവലിന്റെ റിലീസ് നടന്നത്. എവിടെ വെച്ചായിരുന്നു? ടൗൺ ഹാളിൽ വെച്ച്. ടൗൺ ഹാളിൽ നിങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നോ? പോയിരുന്നു. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസിന് നിങ്ങളും അദ്ദേഹത്തിന്റെ ഒപ്പം പോകാറുണ്ടോ? ഇല്ല, സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അദ്ദേഹത്തിന്റെ ലോകവും അവിടുത്തെ ചലനങ്ങളുമെല്ലാം എനിക്കെപ്പോഴും അപരിചിതമാണ്. അങ്ങോട്ടെന്നെ ക്ഷണിക്കാറില്ല. പക്ഷെ അന്നെന്തോ പതിവില്ലാതെ എന്നെ ക്ഷണിച്ചു. അതുകൊണ്ട് തന്നെ അന്നാ ക്ഷണം കിട്ടിയപ്പോ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. ഞങ്ങൾ ഒന്നിച്ച് വളരെ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയൊരു ദിവസമാണത്. മുഖ്യാതിഥി എത്തിക്കഴിഞ്ഞു. ചടങ്ങ് ഉടനെ ആരംഭിക്കുകയെ. അല്പം വൈകിപ്പോയി. അത് സാരമില്ല, നമുക്കിപ്പോ തുടങ്ങുന്നുണ്ട്. വന്നാൽ ഈ നൂറ്റാണ്ടിന്റെ കല, ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ച് കേൾക്കാറുണ്ട്. എന്തോ അറിവ് കുറവ് കൊണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല. ഞാൻ സിനിമ കാണാറുമില്ല. സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്കാക്കിയാൽ മതി. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ആ മാധ്യമത്തിന്റെ പ്രത്യേകതരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പൊടികളും പണക്കൊഴുപ്പും ഒക്കെ തർക്കശക്തിയുള്ള എഴുത്തുകാരെ പോലും ഒരു നീരാളിപ്പിടുത്തത്തിലെന്ന പോലെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നാം കണ്ടുവരാറുള്ളത്. ആരെന്ത് പറഞ്ഞാലും ശരി, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ശ്രീ ഹരികൃഷ്ണന്റെ ഈ നേട്ടത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ അതിനപ്പുറത്ത് വേറൊരു യാഥാർത്ഥ്യത്തോടുകൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കും. കുറഞ്ഞൊരു കാലമായി സാഹിത്യരംഗത്ത് നിന്ന് വിട്ടുനിന്നിരുന്ന അദ്ദേഹം കനപ്പെട്ട സാഹിത്യ സംഭാവനയുമായിട്ടാണ് വീണ്ടും മേഖലയിലേക്ക് രാജ്യത്ത് ഞാൻ നോവൽ വായിച്ചു. പരിശുദ്ധമായ മലയാള നോവൽ സാഹിത്യത്തിൽ ഈ അടുത്ത കാലത്ത് ലഭിച്ച ഏറ്റവും വലിയ നേട്ടമാണ്. നായകന്മാരെ
എനിക്ക് പെട്ടെന്ന് തലവേദന ഷിവറിങ് പോലെ. ഈ എക്സൈറ്റ്മെന്റ് കാരണം പ്രഷർ കയറി. എന്താ എന്താ സാർ, എന്ത് പറ്റി? ഡോക്ടേഴ്സ് പലരും ഇവിടെ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്. ഇവിടെ തന്നെ ചെക്കപ്പ് ചെയ്യിക്കാം. വേണ്ട, അതൊക്കെ പിന്നെ ആകെ ഒരു കമോഷനാവും. ഒന്നുമില്ല, ഒറ്റയാളും അറിയത്തില്ല. ഇല്ല, ഞാൻ പോട്ടെ. ഐ എം നോട്ട് ഫീലിംഗ് ഓൾ റൈറ്റ്. അങ്ങനെ അങ്ങ് പോയാ ആളുകൾ സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നവരെ. അതിന് വേണ്ടിയിട്ട് അവര് മുഴുവൻ സഹിച്ചിരുന്നു കൊടുക്കും. ഒന്നും പ്രസംഗിക്കും. 2 വാക്ക് പറഞ്ഞിട്ട് ഐ എം സോറി. സന്തോഷം പങ്കിടാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യട്ടെ? വേണ്ട, ഏതായാലും ഒന്ന് ഡോക്ടറെ വിളിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, അതെ, ഇപ്പൊ എത്തി. ടൗൺ ഹാളിൽ നിന്നാണ്. നീ അവിടെ അങ്ങനെ വെക്ക്. ഇല്ല, റെസ്റ്റ് ചെയ്യാണ്. ഡോക്ടറെ കണ്ടില്ല. കാണാം. വയ്ക്കട്ടെ. അവിടെ ആളുകൾ ആകെ ബഹളായിരിക്കുന്ന. എന്ന് വെച്ച് അതെ, മനസ്സിലായി. ഇല്ല, പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. That is none of my headache. അതെ. എന്താ എന്താ ഉണ്ടായത്? ഭൂകമ്പം. ഒന്ന് സൗകര്യം കൊടുക്കും എല്ലാരും കൂടെ. ആ രാത്രി അദ്ദേഹം ബെഡ്റൂമിലേക്ക് വന്നതേയില്ല. ഭക്ഷണവും കഴിച്ചില്ല. ആ നൈറ്റ് പിന്നെ എങ്ങനെ കലാശിച്ചു? എങ്ങനെ കലാശിക്കാൻ? എനിക്കെന്നും കരച്ചിലിന്റെ ഒരു രാത്രി. അദ്ദേഹം ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത്. നേരം വെളുക്കുന്നവരെ അവിടെ നടക്കുന്ന ഇരിക്കുന്നൊക്കെ കേൾക്കാമായിരുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ ആരെയോ കണ്ട് പുള്ളി ആകെ അപ്സെറ്റ് ആയെന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ബുക്ക് റിലീസ്. പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അത് അവൾ തന്നെയാവുമോ? ഈശ്വര, അതങ്ങനെയായിരുന്നെങ്കിൽ. പക്ഷെ ഇത് കണ്ടാൽ ഭയന്ന പോലെ അല്ലല്ലോ തോന്നുന്നത്. ഈശ്വര, അതങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് എഴുതണമെങ്കിൽ പുള്ളി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആരെയോ കണ്ടു എന്നല്ലേ തെളിയുന്നത്? അതേ അവൾ തന്നെയല്ലേ ജനുവരി 1 17 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ന്യൂ ഇയർ ഗിഫ്റ്റുമായി അദ്ദേഹത്തെ കാണാൻ ചെന്നത്? എന്തോ എനിക്ക് അദ്ദേഹത്തെ 7 വർഷത്തെ പരിചയമേ ഉള്ളൂ. അതിനു മുമ്പത്തെ കഥകളൊന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. ഇത് ഹരീഷ്ണൻ സാർ ഈയിടെ എഴുതി തുടങ്ങിയ ഒരു നോവലിന്റെ കയ്യെഴുത്ത് പ്രതിയാണ്. ഏതാണ്ട് 3/4 ഭാഗം വരെ എത്തിയിട്ടുള്ളൂ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പേരൊന്നും ആയിട്ടില്ല. വായിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല. എഴുതി പൂർത്തിയാക്കുന്നത് വരെ സ്വന്തം വർക്ക്സ് മറ്റൊരാൾ കാണുന്നതോ വായിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ചിലപ്പോ ചില നല്ല മൂഡിലാണെങ്കിൽ അവിടുത്തെ വാച്ചർ അപ്പോളെ വിളിച്ചു നിർത്തി കുറെ പോർഷൻസ് വായിച്ചു കേൾപ്പിക്കുമെന്ന് പറയാറുണ്ട്. മറ്റാരും മാനുസ്ക്രിപ്റ്റ് കാണിക്കാറില്ല. അപ്പൊ ഈ കയ്യെഴുത്ത് പ്രതിയിൽ എന്താ ഉള്ളതെന്ന് സ്വല്പമെങ്കിലും അറിയാവുന്ന ഒരാൾ അപ്പോളിനെ മാത്രമായിരിക്കും എന്നാണോ? ചിലപ്പോ. ഐ എം നോട്ട് ഷുവർ. വിചിത്രമായൊരു തമാശ തോന്നിയോണ്ടാ ഞാനിതെടുത്തത്. തുടക്കം വായിച്ചപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ മുഴുവൻ വായിച്ചില്ല, വെറുതെ ഒന്ന് മറിച്ചു നോക്കി. തുടക്കം, ഒരാൾ കൊല്ലപ്പെടുന്നു. പ്രശസ്തനായ ഒരാൾ, നോവലിസ്റ്റും ഫിലിം ഡയറക്ടറൊക്കെ ആയിട്ട് പ്രശസ്തനായ ഒരാൾ. അതും അയാളുടെ ഗ്ലാമറിന്റെ പീക്കിൽ. നേരോ? അതെ, ആളിന്റെ പേര് ശംഭു എന്ന മറ്റാണ്. എന്നാലും സാറ് താൻ കൊല്ലപ്പെടുന്നത് മുൻകൂട്ടി കണ്ട് എഴുതി വെച്ച പോലെയാണ് എനിക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓപ്പണിംഗ് വായിച്ചപ്പോ തോന്നിയത്. ദൈവമേ. അതിന്റെ അർത്ഥം ആരോ തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നല്ലേ? അതെ, പക്ഷെ ഇതാരായിരിക്കാം? ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും നേരിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാൻസിൽ ഒരാളായിരുന്നു ഞാൻ. ഐ റിയലി അഡോർഡ് ഹിം. സാറിന്റെ അവസാനത്തെ നോവലിന്റെ അപൂർണമായ മാൻസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കാനുള്ള ഭാഗ്യം എനിക്കാണല്ലോ ഉണ്ടായത്. കുറെയൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ ആവാൻ ചാൻസ് ഉള്ള ഈ ബുക്കിൽ നിന്നായിരിക്കും ഒരുപക്ഷെ എനിക്കൊരു തുമ്പ് കിട്ടാൻ പോകുന്നത്. ആർക്കറിയാം?
എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന പോലാണല്ലോ. തീർന്നോ? ആ. എന്നിട്ട് ഒരു ക്ലൂ ഇല്ല. കഷ്ടം. എങ്ങനെ തീരുന്നു? അന്വേഷണം ഉശിരായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് മാറി മാറി വീണ് ഒടുവിൽ ആരാ കൊന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഒരു തെളിവില്ലാതെ കേസ് മാഞ്ഞു പോകുന്നു. അപ്പോ ഈ കിട്ടിയ തെളിവൊക്കെ? അതെല്ലാം തെളിവുകളാണ്. പക്ഷെ ഏറ്റവും വൈറ്റലായിട്ടുള്ള തെളിവ്, ദ പിവറ്റൽ ക്ലൂ, നശിപ്പിക്കപ്പെട്ടു പോകുന്നു. അത് കാരണം കേസ് തുമ്പില്ലാതെ അവസാനിക്കുകയാണ്. സപ്പോസ് ഒരുപക്ഷെ മൂപ്പർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് വയ്ക്കേ. അങ്ങനെ കഴിഞ്ഞാൽ ആരാണ് കൊലപാതകി എന്നതിന്റെ സൂചന കിട്ടുമായിരുന്നു എന്നും കരുത്. ഈ നോവൽ പൂർത്തിയാകരുത് എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നതായി ചിന്തിച്ചാലോ? പക്ഷെ അങ്ങനെ വരുമ്പോ ഈ കയ്യെഴുത്ത് പ്രതി ആരെങ്കിലും കണ്ടിരിക്കണം. അത് വേണം. അങ്ങയുടെ മിസ്സസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിനാകെ ചാൻസ് ഉള്ളത് ആ കിളവൻ വാച്ചർക്കാണ്. ആയിക്കോട്ടെ. പിന്നെ അവര് പറഞ്ഞത് നേരായിക്കൊള്ളൊന്നുമില്ല. അതും ശരിയാ. ചേടാ, ഇതാകെ കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടി അതല്ല. സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറിയാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ ആ വൈറ്റൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുമെന്ന്. ഇനി അവിടെ അറിയാൻ പറ്റിയല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ചേട്ടൻ പതറാതിരുന്നാ മതി. അങ്ങേർക്ക് മിസ് ചെയ്തു പോയ ക്രൂഷ്യൽ തെളിവ് ചേട്ടന് കിട്ടും. കിട്ടുമെന്നേ. യു ആർ എ ബ്രൈറ്റ് ബോയ്, ഐ നോ. ഈ പെൺകുട്ടിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. 1 കിലോമീറ്റർ കണ്ടിട്ടുണ്ട്. അത് പക്ഷെ 10-17 വർഷം മുമ്പും കണ്ട. എന്നാലും ഇപ്പോഴും അതേ ഫോട്ടോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വയ്ക്കാം. ഹരിക്ക് ജീവിതത്തിൽ പല പെൺകുട്ടികളുമായിട്ടും പലതരത്തിലുള്ള അടുപ്പങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ പെൺകുട്ടിയെ പറ്റി അയാൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങോട്ട് വല്ലാത്തൊരാകർഷണം തോന്നിയിട്ടുള്ള ഒരേ ഒരു പെണ്ണു ഇത് തന്നെയാ. അയാൾക്ക് ശരിക്കും അവളെ ഭാര്യയാക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നടന്നില്ല? അതെനിക്കറിയില്ല. പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അതൊരു പേഴ്സണൽ സീക്രട്ട് ആയിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരാ ഇവര്? കംപ്ലീറ്റ് ആയിട്ട് ഫിലിമിലാകുന്നതിന് മുമ്പ് ഹരി കുറെ കാലം ഒരു കോളേജിൽ ലെക്ചറായിരുന്നു. എ വെരി സ്മാർട്ട് ഇംഗ്ലീഷ് ലെക്ചറർ. അന്ന് അവിടെ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റിൽ ട്യൂട്ടറായിട്ട് വന്നു ചേർന്ന ഈ കുട്ടി പാർവതി. ഈ സ്ത്രീ ഇപ്പൊ ഏത് കോളേജിലാണ് വർക്ക് ചെയ്യുന്ന അറിയാം? അവരിപ്പോ അധ്യാപികയല്ല, ഒരു ആശ്രമത്തിലെ സന്യാസിനിയാണ്. പൂർണ്ണാനന്ദ മിഷന്റെ ആശ്രമത്തിൽ. അവരുടെ ടെർമിനോളജി അനുസരിച്ച് ബ്രഹ്മചാരിണി. എവിടെ പോയി അന്വേഷിച്ച ഡീറ്റെയിൽസ് കിട്ടും? അതിപ്പോ അവരുടെ ഹെഡ് ഓഫീസിൽ തന്നെ തിരക്കണം. തമിഴ്നാട് ബോർഡറിനടുത്ത് എവിടെയോ ആണത്. അവിടെയാണ് അവരുടെ പ്രധാന ആശ്രമം. മിക്കവാറും ഇവരും അവിടെ തന്നെ കാണും. സീനിയർ മെമ്പറല്ലേ? ഉണ്ട്. പക്ഷെ അവരിപ്പോൾ പാർവതിയല്ല, ഭഗിനി സേവാമയി. അങ്ങനെ അവരെ പറ്റി പരാമർശിക്കാൻ പാടുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, അവരെ ഒന്ന് വിളിക്കണമല്ലോ. എന്തിനാണ് എന്നതിനെ പറ്റി എനിക്ക് കൂടി ഒരു സൂചന കിട്ടിയിരിക്കണം. അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു പോലീസ് ഓഫീസറാണ്. ഐഡന്റിറ്റി കാർഡ് ഞാൻ കണ്ടു. ഐ ആം കൺവിൻസ്ഡ് ടു. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടോ പോലീസ് ഐ ജി തന്നെ ആയതുകൊണ്ടോ ഒരു വ്യക്തിക്ക് ഇതുപോലെ പാവനമായ ഒരു ആശ്രമത്തിന്റെ വ്യവസ്ഥകൾ മുഴുവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയുമല്ല. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അല്ല, എന്ന് പറഞ്ഞാല് ഈ ആശ്രമത്തിന് അതിൻ്റെതായ ചില ഡിസിപ്ലിൻസ് ഉണ്ടായി. ഇവിടെയുള്ള അന്തേവാസികളുടെ എല്ലാ ചെറിയ ചലനങ്ങൾ പോലും മഠാധിപതി എന്ന നിലയ്ക്ക് ഞാൻ അറിഞ്ഞേ നടക്കുകയുള്ളൂ. അവരെ സംബന്ധിക്കുന്ന എന്തും എന്നോട് അന്വേഷിച്ചാൽ മതി. അപ്പൊ ഭഗിനി സേവാമയുടെ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും സ്വാമിജിയോട് ചോദിച്ചാൽ മതി. മതിയല്ലോ. എന്നാൽ ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി, അതായത് ജാനുവരി 18-ന് ഭഗിനി സേവാമായി ത്രൂ ഔട്ട് ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് സ്വാമിജിക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുമോ? അതിന് പ്രോഗ്രാം നോട്ട്സും ലെഡ്ജറും മറ്റും നോക്കേണ്ടി വരും. എങ്കിൽ നോക്കൂ. ഇക്കഴിഞ്ഞ ജാനുവരി 18-ാം തീയതി 18th, അന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് മുമ്പായി അവരിവിടെ തിരിച്ചെത്തിയിട്ടുണ്ടോ? ഇല്ല, പിറ്റേന്ന് കാലത്താണ് ഇവിടെ തിരിച്ചെത്തിയത്. എവിടെയായിരുന്നു വന്നവർ? പ്ലീസ് പാർഡൻ മീ. അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ തന്നെ നിർദ്ദേശിച്ച ഒരു മിഷന് വേണ്ടിയാണ് അവർ പോയിട്ടുള്ളത്. എന്ത് മിഷൻ? ഐ ആം സോറി, ഐ ആം നോട്ട് സപ്പോസ് ടു ഡിസ്ക്ലോസ് ഓൾ ദോസ് ടു യു. സ്വാമിജി, ഒരു മർഡർ കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത്.
കൊല ചെയ്യപ്പെട്ട ആളിന്റെ പഴയ ഡയറിയിൽ നിന്ന് ഇവിടുത്തെ ഭഗിനിയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊല നടന്ന രാത്രിയിൽ അവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളുടെ തന്നെ ട്രിവാൻഡ്രത്തിനപ്പുറത്ത് കൊട്ടിയത്തിനടുത്തുള്ള ഒരു ആശ്രമത്തിലേക്കാണ് അവരെ അന്ന് ഞാൻ അയച്ചത്. എന്തിന്? മാഘപൂർണിമ ആഘോഷങ്ങളുടെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട്. അവരവിടെ ചെന്നിട്ടുമുണ്ട്. അവിടുത്തെ മഠാധിപതിയുടെ മെസ്സേജും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം. തൽക്കാലം ആ സ്ത്രീയെ വിളിക്കൂ. എനിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. പ്ലീസ് കോൾ ദ ലേഡി.